നമസ്കാരം. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയിക്കെതിരായ ഏതൊരാക്രമണവും യുദ്ധപ്രഖ്യാപനമായിരിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഖാംനയെ വധിക്കാം, അല്ലെങ്കിൽ ഖാംനയെ ഇരിക്കുന്ന സ്ഥലം വേരോടെ തന്നെ പിഴുതെറിയാം എന്ന ചിന്ത നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ അത് യുദ്ധത്തിനുള്ള മുന്നറിയിപ്പാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധത്തിന് മുന്നിലോട്ട് ആദ്യം എത്തിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കുമെന്ന് സൂചിപ്പിക്കണം. ഖാംനയെ വധിക്കാനോ സ്ഥാനത്ത് നിന്ന് നീക്കാനോ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ തന്നെയാണ് ഈ ഒരു വാർണിംഗ് ഇപ്പോൾ വരുന്നതെന്ന് പറയാം. ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണവും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇറാൻ ജനത ജീവിതത്തിൽ വല്ല ബുദ്ധിമുട്ടുകളും പരിമിതികളും നേരിടുന്നുണ്ടെങ്കിൽ അതിന് വഴിയൊരുക്കിയത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ അടിച്ചേൽപ്പിച്ച മനുഷ്യത്വരഹിതമായ ഉപരോധങ്ങളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഖാംനയുടെ അടുത്ത അനുയായിയും ദേശീയ സുരക്ഷാ കൗൺസിൽ തലവനുമായ അലി ലാരിജാനി ഉൾപ്പെടെ ഇറാന്റെ ഉന്നതതല നേതാക്കൾക്കെതിരെ US ട്രഷറി വകുപ്പ് കഴിഞ്ഞ ദിവസം ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. അതിനിടെ പ്രക്ഷോഭത്തിൽ അണിചേർന്നവരെ കണ്ടെത്താനും ശിക്ഷിക്കാനും ഇറാൻ സർക്കാർ ശ്രമം തുടരുകയാണ്. കുറ്റസമ്മതം നടത്തി രംഗത്തു വരാൻ തയ്യാറാകുന്ന പ്രക്ഷോഭക്കാരികൾക്ക് തന്നെ നേരിയ ശിക്ഷ മാത്രമാകും നൽകുകയെന്ന നാഷണൽ പോലീസ് മേധാവി പറയുകയുണ്ടായി. അതേസമയം ഇറാനിൽ നിന്നുള്ള ഏതൊരാക്രമണവും തന്റെ രാജ്യം ശക്തമായി നേരിടുമെന്ന് തിരിച്ചും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ട്രംപിനെ പറഞ്ഞാൽ നെതന്യാഹു മറുപടി പറയും, നെതന്യാഹുവിനെ പറഞ്ഞാൽ ട്രംപ് മറുപടി നൽകും. ഇറാനിൽ വൈകാതെ എന്തും സംഭവിക്കാമെന്ന് നെതന്യാഹു പ്രതികരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 2 ആഴ്ചയിലേറെയായി ലോകത്തിന്റെ കണ്ണ് ഇറാനിലേക്കാണ്. പണപ്പെരുപ്പം, ഭക്ഷ്യവില വർധന, കറൻസി മൂല്യത്തകർച്ച തുടങ്ങിയവ ചൂണ്ടിക്കാട്ടി ആരംഭിച്ച പ്രതിഷേധം നിലവിൽ ഭരണമാറ്റ ആവശ്യത്തിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. 2025 ഡിസംബറിൽ ബഹുജന പ്രക്ഷോഭമായി വ്യാപിപ്പിച്ച പ്രതിഷേധത്തിനെതിരായ നടപടികൾ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുക വരെ ചെയ്യുകയും അങ്ങറ്റം വരെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. പ്രക്ഷോഭകർക്ക് പരസ്യ പിന്തുണയുമായി എത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിഷേധം തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇറാനിൽ സൈനിക നടപടിക്കൊരുങ്ങുകയുമായിരുന്നു, ഭീഷണി തുടരുകയും ചെയ്ത കാര്യം പറയുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾ കയ്യേറണമെന്നും US സഹായം ഉണ്ടാകുമെന്നും ട്രംപ് പ്രക്ഷോഭകർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതിഷേധത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് പങ്കുണ്ടെങ്കിലും അവരെ ചലിപ്പിക്കുന്ന യഥാർത്ഥ ശക്തി ആര് എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അമേരിക്കയാണോ ഇസ്രായേലാണോ എന്നതാണ് നമുക്കറിയേണ്ട കാര്യം. ഇവർ രണ്ടുപേരും അല്ലാതെ മറ്റാരുമല്ല. പക്ഷെ ഇതിൽ ആരാണ് മുൻകൈ മുന്നോട്ടെടുക്കുന്നതെന്നും യഥാർത്ഥ ശത്രു എന്ന് തന്നെയാണ് ഇറാൻ നേരിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അശാന്തിക്കും പ്രശ്നങ്ങൾക്കും രാജ്യത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന പല കാരണങ്ങൾക്കും ഭരണകൂടം ഉത്തരവ് പറയണം. ഏതു ഭരണകൂടവുമാണോ ഉത്തരം പറയേണ്ടത്? നെതന്യാഹുവിന്റെ ഭരണകൂടമാണോ ട്രംപിന്റെ ഭരണകൂടമാണോ? ഈ 2 പേര് എന്തായാലും ഇതിലുണ്ടാകും. രണ്ടുപേരും ഒരുമിച്ചാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇതിൽ ആരുടെ കൈയാണ് മുൻപന്തിയിൽ നിൽക്കുക? ആരാണ് പ്രധാന ശത്രു? ഇതാണ് ഇറാൻ നോക്കിയിരിക്കുന്ന ഒരു പ്രധാന വിഷയം.